Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മിക്സ്ചറാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം. ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഒരു 2-3 പ്രാവശ്യങ്ങളൊന്ന് കഴുകണം. അപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകുക. അപ്പോൾ അതിനൊരു കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ കട്ടൊക്കെ ഒന്ന് പോകാൻ രീതിയിലൊന്ന് കഴുകി മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ച് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്യുക. നന്നായിട്ടൊന്ന് ഒരു വലിയ പാത്രത്തിലിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് മിക്സ്ചറിൽ ആഡ് ചെയ്യാനുള്ള ഗ്രീൻ പീസാണ്, അതൊന്ന് വറുത്തെടുക്കുക. ഇനി ഒരല്പം കിസ്മിസും ഇതുപോലെ തന്നെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ അതൊരു ഗോൾഡൻ കളറാവണ വരെ നമുക്കൊന്ന് വറക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് വറുത്ത് കോരുന്ന സമയമാകുമ്പോൾ നമുക്കൊരല്പം കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വറുത്തെടുക്കും. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മളതൊന്ന് മിക്സ് ചെയ്യാൻ പോകണം. നമുക്ക് മിക്സറിന് സാധനങ്ങൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു മസാല ഉപയോഗിക്കുന്നത്. നമുക്ക് ചാട്ട് മസാല എന്ന് പറഞ്ഞിട്ട് ഒരു മസാല ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മേലിൽ വെതറി കഴിഞ്ഞാൽ നമുക്ക് ആ കുറുക്കുറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ നമുക്ക് കിട്ടും. ഇതില്ലെങ്കിൽ തന്നെ നമുക്ക് സോൾട്ടും പെപ്പറും വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് വറക്കണേക്കാൾ മുമ്പ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഏതെങ്കിലും നട്ട്സൊക്കെ ഉപയോഗിക്കാം. കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ പീനട്ട്സോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പീനട്ട്സും റൈസിൻസും പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്യണമെന്നുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരല്പം ചാട്ട് മസാല ഉപയോഗിക്കാം കേട്ടോ. ഇതിന് ഒരല്പം ഉപ്പ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.